സീരീസിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ സ്വബോധത്തിലേക്ക് കണ്ണു തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദേഹമാസകല മുറിവുകളുമായി കിടക്കുന്ന അയാൾ വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മുളങ്കാടുകൾക്ക് നടുവിലാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി വെപ്രാളത്തോടെ ശ്വാസമെടുത്ത് കിടക്കുമ്പോഴാണ് അയാൾക്കരികിലൂടെ ഒരു നായ ഓടിപ്പോകുന്നത്. അതോടെ ആ കിടപ്പിൽ നിന്ന് വളരെ പാടുപെട്ട് എഴുന്നേൽക്കുന്ന അയാൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വോഡ്കയുടെ കുപ്പി എടുക്കുകയാണ്. പെട്ടെന്ന് അവ്യക്തമായ ശബ്ദങ്ങൾ കേൾക്കുന്ന അയാൾ ആ ദിശ നോക്കി വേഗത്തിൽ ഓടി എത്തുന്നതാകട്ടെ ഒരു കടൽ തീരത്തും. അവിടെ അയാൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഓഷ്യാനിക് എയർലൈൻ ഫ്ലൈറ്റ് 815 തകർന്ന് തരിപ്പണമായതിന്റെ ഒരു ഭാഗവും ഒപ്പം കൊല്ലപ്പെട്ടവരും മാരകമായി മുറിവേറ്റവരും പരിക്കുകളോടെ രക്ഷപ്പെട്ടവരും ഭാഗ്യത്തിനാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടവരും എല്ലാമായി ദാരുണമായ ദൃശ്യങ്ങളും മുറിവിന്റെ വേദനയാലും ഒരു നിമിഷത്തിൽ കൺമുൻപിൽ സംഭവിച്ച അപകടത്തിന്റെ ആഘാതം ഉൾക്കൊള്ളാൻ കഴിയാതെ നിലവിളിക്കുന്നവരും എല്ലാമായി ഒരു അപകടം നടന്ന പ്രദേശം എത്രത്തോളം ഭീകരമാണോ അങ്ങനെ ഒരു ദൃശ്യം കണ്ട് അവിടെ ആരെ സഹായിക്കാൻ സാധിക്കുമെന്ന് അയാൾ ഓടി നടന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ കാലിൽ വിമാനത്തിന്റെ ഒരു ഭാഗം വീണ് അയാൾ വേദനയാൽ അനങ്ങാൻ പോലും കഴിയാതെ നിലവിളിക്കുന്നത് പുള്ളി കാണുന്നത്. മറ്റു രണ്ടുപേരുടെ സഹായത്തോടെ ആ യന്ത്രഭാഗം ഉയർത്തിപ്പിച്ച് ആ മനുഷ്യനെ പുള്ളി വലിച്ചു കയറ്റുമ്പോൾ അയാളുടെ കാൽമുട്ടിന് താഴെയുള്ള മാംസം ആ വിമാനത്തിന്റെ അവശിഷ്ടത്തിന് അടിയിലായി പോയിരുന്നു. ഉടൻ തന്നെ സ്വന്തം ടൈ അഴിച്ച് അയാളുടെ മുട്ടിന് മുകളിൽ കെട്ടിവെച്ചിരിക്കുമ്പോഴാണ് പുള്ളിക്കാരന് പുറകിൽ ഒരു പ്രഗ്നന്റ് ലേഡി നിലവിളിക്കുന്നത്. അവരെ തിരിഞ്ഞു നോക്കുന്ന അയാൾ വിമാനത്തിന്റെ എഞ്ചിൻ അരികിൽ നിന്ന് മാറി ആ മുറിവേറ്റയാളെ എടുത്തുകൊണ്ടുപോകാൻ രണ്ടുപേരെ ഏൽപ്പിച്ച ശേഷം പ്രഗ്നന്റ് ആയ ലേഡിക്ക് സമീപത്തേക്ക് ചെല്ലുകയാണ്. അവർ 8 മാസം പ്രഗ്നന്റ് ആണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്കരികിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ വിമാനത്തിന്റെ എഞ്ചിന്റെ അടുത്തുകൂടി ഓടുന്നത്. അതോടെ എഞ്ചിൻ ലീഫ് അയാളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതോടൊപ്പം അവിടെ ഒരു ഉഗ്ര സ്ഫോടനവും നടന്നു കഴിഞ്ഞു. ആ ഭാഗത്തുണ്ടായിരുന്ന സകലതും കത്തി എരിഞ്ഞതോടൊപ്പം വിമാന ഭാഗങ്ങൾ പലയിടത്തായി ചിതറിത്തെറിച്ചും പലർക്കും വീണ്ടും പരിക്കേൽക്കുകയാണ്. പ്രഗ്നന്റ് ആയ ലേഡിയോട് നിവർന്ന് നേരെയിരിക്കാൻ നിർദ്ദേശം നൽകി അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആശ്വസിപ്പിക്കുന്ന ഈ പുള്ളി തനിക്ക് പുറകിൽ മറ്റൊരു സ്ത്രീ അനക്കമില്ലാതെ കിടക്കുന്നതും അവരെ സഹായിക്കാൻ ഒരു യുവാവ് ശ്രമിക്കുന്നതും കണ്ട് അവിടെ നിന്ന് മറ്റൊരാളെ വിളിപ്പിച്ച് പ്രഗ്നന്റ് ആയ ലേഡിക്കൊപ്പം നിൽക്കാനും അവർക്ക് 3 മിനിറ്റിൽ കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ അറിയിക്കാനും അവരെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും ഏൽപ്പിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വിളിക്കാനായി ആദ്യമായി അയാൾ ജാക്ക് എന്ന തന്റെ പേരും അവരോട് പറയുകയാണ്. ശേഷം ശ്വാസം നിലച്ച അവസ്ഥയിൽ കിടക്കുന്ന മധ്യവയസ്കയായ സ്ത്രീക്ക് പ്രഥമ ചികിത്സ നൽകിയിരിക്കുന്ന യുവാവ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല എന്ന് ജാക്ക് പറയുമ്പോൾ ഞാനൊരു ലൈഫ് ഗാർഡാണ് എന്ന് വ്യക്തമാക്കുകയാണ് ആ യുവാവ്. എന്നാൽ അവരുടെ നെഞ്ചിൽ നല്ലതുപോലെ പുഷ് ചെയ്ത് ശ്വാസമെടുപ്പിക്കാൻ ശ്രമിക്കുന്ന ജാക്കിനെ കണ്ട് അവർക്ക് പേന യൂസ് ചെയ്ത് തൊണ്ട കീറുന്ന പരിപാടി ചെയ്യേണ്ടി വരുമോ എന്ന് സംശയിച്ച് ചോദിക്കുന്ന ആ യുവാവ് പേന ഒപ്പിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഭാഗ്യത്തിന് അപ്പോഴേക്കും ആ സ്ത്രീ കണ്ണു തുറന്നു. എന്നാൽ ആ പ്രഗ്നന്റ് ലേഡിയും അവരെ നോക്കാൻ ഏൽപ്പിച്ച ആളും ഇരിക്കുന്നതിന് മുകളിൽ നിന്ന് വിമാനത്തിന്റെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുന്നത് കണ്ട് അവരെ രക്ഷിക്കാൻ അവിടേക്ക് ഓടുകയാണ് ജാക്ക്. ഒരു വിധത്തിൽ അവരെയും കൂട്ടി അവിടെ നിന്ന് ഓടി മാറുമ്പോൾ ആ വിമാന ഭാഗം അടർന്ന് വീണതോടൊപ്പം വീണ്ടും അവിടെ ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടാവുകയാണ്. വീണ്ടും അതിൽ പലരും കൊല്ലപ്പെടുകയും ചിതറിത്തെറിച്ച വിമാന ഭാഗങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പ്രഗ്നന്റ് ആയ ലേഡിയെ വീണ്ടും അയാളെ നോക്കാൻ ഏൽപ്പിച്ചു പോവുകയാണ് ജാക്ക്. പിന്നീട് വിമാനത്തിൽ നിന്ന് ചിതറിത്തെറിച്ച ബാഗുകളിൽ ഒന്നിൽ നിന്നും ഒരു സെറ്റ് നൂലും സൂചിയും ജാക്കിന് കിട്ടുകയാണ്. അയാൾ അതുമായി ദൂരെ മാറിയിരുന്ന് തന്റെ ഷർട്ട് ഊരി മാറ്റുമ്പോൾ ജാക്കിന് മുതുകിൽ നല്ല രീതിയിൽ മുറിവ് പറ്റിയത് മനസ്സിലാവുകയാണ്. പക്ഷേ മുതുകിലായതിനാൽ സ്വയം ഒന്നും ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയിൽ അതുവഴി വന്ന യുവതിയോട് ഹലോ, നിങ്ങൾക്ക് വസ്ത്രം തുന്നാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ജാക്കിനരികിൽ വരുന്ന ആ പെൺകുട്ടിക്ക് തന്റെ മുറിവ് കാട്ടിക്കൊടുത്ത് താനൊരു ഡോക്ടറാണെന്നും എന്നാൽ ഈ ഭാഗമായതിനാൽ തനിയെ ഒന്നും ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയാണെന്നും പറയുന്ന ജാക്ക് തന്റെ മുറിവാണ് അവൾ തുന്നേണ്ടത് എന്ന് പറയുമ്പോൾ അത് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഭയന്നു നിൽക്കുന്ന ആ യുവതി ഒടുവിൽ ജാക്കിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് സഹായിക്കാമെന്ന് ഏൽക്കുകയാണ്. അങ്ങനെ നേരം സായാഹ്നത്തോട് അടുക്കുമ്പോൾ കയ്യിൽ ഫോണുള്ളവർ സഹായത്തിന് ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടും അതിനിടയിൽ അവിടെയുള്ള 2 യുവാക്കളായ ചാർലിയും സയ്യിദും പരസ്പരം പരിചയപ്പെട്ട് തീ കൂട്ടി പുകയുണ്ടാക്കി അതാരെങ്കിലും കണ്ട് അവരെ രക്ഷിക്കാൻ വരട്ടെ എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. തന്റെ വെഡ്ഡിംഗ് റിംഗിൽ കണ്ണീരോടെ ചുംബിച്ചിരിക്കുന്ന ജാക്ക് രക്ഷിച്ച മധ്യവയസ്കയായ സ്ത്രീ അങ്ങനെ പ്രതീക്ഷയും നഷ്ടപ്പെടലുകളുടെ വേദനയുമായി ആ കടൽ തീരത്ത് ജീവനവശേഷിക്കുന്ന 48ഓളം ആളുകൾ. അതേസമയം ഒരു മരവിപ്പിനുള്ള ഇഞ്ചക്ഷൻ പോലും ഇല്ലാതെ ജാക്കിന്റെ മുറിവ് സൂചി കൊണ്ട് തുന്നിക്കെട്ടുന്ന പെൺകുട്ടി അയാൾ വേദന സഹിച്ചിരിക്കുന്നത് കണ്ട് അയാൾക്ക് ഭയമില്ലേ എന്ന് തിരക്കുമ്പോൾ താനൊരു സർജൻ ആണെന്ന് അറിയിക്കുന്ന ജാക്ക് അയാളുടെ ലൈഫിലെ ഒരു സർജറി എക്സ്പീരിയൻസ് അവളോട് വിവരിക്കുകയാണ്. അതായത്
16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്പൈനൽ സർജറി ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ കൈതട്ടി ആ പെൺകുട്ടിയുടെ ഡ്യൂറൽ സാക്ക് കട്ടാവുകയും ന്യൂഡിൽസ് പോലെ ഞരമ്പുകൾ പുറത്തേക്ക് തള്ളി സ്പൈനൽ ഫ്ലൂയിഡ് വരാനും തുടങ്ങി. ആകെ ഭയന്നു നിന്ന ഞാൻ ആ അവസ്ഥയിൽ നിന്ന് 1 2 3 4 5 എന്ന് 5 സെക്കൻഡ് എണ്ണി തീരുന്നതിന് മുൻപ് ധൈര്യം വീണ്ടെടുത്തു. സർജറി കംപ്ലീറ്റ് ചെയ്തു. ആ പെൺകുട്ടി സുഖമായി എന്ന് പറയുന്നതിനോടൊപ്പം വേദനയാൽ ജാക്കിന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നതും നമുക്ക് കാണാം. അപ്പോഴേക്കും ആ പെൺകുട്ടി മുറിവ് തുന്നി തീരുകയും ചെയ്തു. രാത്രി ആ അജ്ഞാതമായ ദ്വീപിൽ എല്ലാവരും നെരിപ്പോടുണ്ടാക്കി ആ വെളിച്ചത്തിലിരിക്കുമ്പോൾ സ്വന്തം വിരലിൽ വിധി എന്ന് എഴുതിയിരിക്കുകയാണ് ചാർലി. അവനടുത്തിരിക്കുന്ന സയ്യിദ് ആരെങ്കിലും അവരെ കണ്ടെത്തി അവർ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനുത്തരമില്ലാതിരിക്കുകയാണ് ചാർലി. എന്നാൽ ഇതൊക്കെ എന്ത്? നാളെ രാവിലെ എല്ലാവരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ വരുമെന്ന് കൂളായിരുന്ന് നെയിൽ പോളിഷ് ഇടുന്ന പെൺകുട്ടിക്ക് ഷാനോൺ എന്ന് പേര് വിളിച്ച് അവളെ പരിചയമുള്ളതുപോലെ ലൈഫ് ഗാർഡായ യുവാവ് ചോക്ലേറ്റ് കൊണ്ട് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഞാൻ ഇത് നാളെ റെസ്ക്യൂ ബോട്ടിൽ ഇരുന്ന് തിന്നു. മനസ്സിലായടാ മണ്ട. പ്ലെയിനിന്റെ ബ്ലാക്ക് ബോക്സ് ഇവിടെയുണ്ട്, നമ്മളിവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് അവർ തമ്മിൽ പരിചയമുള്ളതുപോലെ സംസാരിച്ച് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അവൾ. ഈ സമയം ജാക്ക് നോക്കിക്കൊള്ളാൻ ഏൽപ്പിച്ച പ്രഗ്നന്റ് ആയ ലേഡിക്കും അവളുടെ ബേബിക്കുമായിട്ട് എക്സ്ട്രാ ഫുഡ് നൽകുകയാണ് ആ ലേഡിയെ കെയർ ചെയ്യുന്ന ആൾ. ഒരു ഭാഗത്ത് തന്റെ മകനെ ഉറങ്ങാൻ കിടത്തി അവനെ വാത്സല്യത്തോടെ നോക്കി കാവലിരിക്കുകയാണ് ഒരു അച്ഛൻ. മറുഭാഗത്ത് നീ എപ്പോഴും എന്റെ കൺമുൻപിൽ ഉണ്ടാവണം, നമുക്ക് നമ്മുടെ മാത്രം കാര്യം നോക്കിയാൽ മതി എന്ന് ഒരു കൊറിയക്കാരൻ അയാളുടെ ഭാര്യ എന്ന് തോന്നിക്കുന്ന യുവതിയോട് പറയുകയാണ്. എന്നാൽ ജാക്ക് വിമാനഭാഗം വയറ്റിൽ തറച്ച് ഗുരുതരമായി മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ പരിശോധിക്കുകയാണ്. അയാൾ രക്ഷപ്പെടുമോ എന്ന് ജാക്കിന് മുറിവ് തുന്നിക്കൊടുത്ത പെൺകുട്ടി ചോദിക്കുമ്പോൾ അവൾക്ക് അയാളെ പരിചയമുണ്ടോ എന്ന് തിരക്കുകയാണ് ജാക്ക്. അതിന് ഫ്ലൈറ്റിൽ അയാൾ അവളുടെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു ഇരുന്നത് എന്നവൾ മറുപടി പറയുകയാണ്. ശേഷം സംസാരിച്ചിരിക്കുന്ന അവർ അന്ന് നടന്ന സംഭവം ചർച്ച ചെയ്യുകയാണ്. 40,000 അടി ഉയരത്തിലായിരിക്കുമ്പോഴാണ് വിമാനം തകർന്നതെന്നും തന്റെ ബോധം മറിഞ്ഞു പോയെന്നും ജാക്ക് പറയുമ്പോൾ വിമാനത്തിന്റെ പിൻഭാഗം തകർന്നത് അറിഞ്ഞിട്ടും തനിക്ക് അങ്ങോട്ട് നോക്കാൻ സാധിച്ചില്ലെന്നും പെട്ടെന്ന് തന്നെ വിമാനത്തിന്റെ മുൻഭാഗവും അന്തരീക്ഷത്തിൽ മറിഞ്ഞത് കണ്ടെന്നും ഒരു മരവിപ്പോടെ പറയുകയാണ് ആ പെൺകുട്ടി. പക്ഷെ ആ 2 ഭാഗങ്ങൾ ഈ കടൽ തീരത്ത് എത്തിയിട്ടില്ലെന്നും അത് കിട്ടിയിരുന്നെങ്കിൽ കോക്പിറ്റ് തകരാതെ കണ്ടുകിട്ടിയാൽ ട്രാൻസീവിയർ കണ്ടെത്തി പുറം ലോകത്തേക്ക് ബന്ധപ്പെടാമെന്നും ജാക്ക് പ്രതീക്ഷയോടെ പറയുകയാണ്. അത് കേട്ട ആ പെൺകുട്ടിയും അവൾ താഴ്വരയിൽ നിന്ന് പുക കണ്ടിരുന്നു എന്നും കോക്പിറ്റ് തേടി പോകുവാണെങ്കിൽ അവളും കൂടെ വരാമെന്നും പറയുമ്പോൾ അവളുടെ പേര് ചോദിക്കുകയാണ് ജാക്ക്. എന്റെ പേര് കെയ്റ്റ് എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ഞാൻ ജാക്ക് എന്ന് ജാക്കും പരിചയപ്പെടുകയാണ്. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ അജ്ഞാത ദ്വീപിലെ ഇരുട്ടിൽ നിന്ന് ഭയപ്പെടുത്തുന്ന പോലെ ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഭയാനകമായ മുരൾച്ചയോടെ മരങ്ങൾ ആടി ഉലയുന്നതും പല ഭാഗത്തു നിന്ന് കേൾക്കുന്നതുമായ ആ ശബ്ദം കേട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ശബ്ദം കേട്ട ദിശയിലേക്ക് എന്താ സംഭവം എന്ന് ഭീതിയോടെ നോക്കി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഫ്ലൈറ്റ് തകരുന്നതിന് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. വിൻഡോ സീറ്റിൽ മേഘങ്ങളെ കണ്ടിരിക്കുന്ന ജാക്ക് വാഷ്റൂമിൽ പോകാനായി എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിമാനത്തിലെ സ്റ്റാഫ് വെപ്രാളത്തോടെ അയാളെ കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ വിമാനം ആടി ഉലയുകയും ചെയ്തു. എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഇടാനുള്ള നിർദ്ദേശവും എത്തി. വീണ്ടും വിമാനം സാധാരണ പോലെ പോകുമ്പോൾ ജാക്കിന് തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയായിരുന്ന ജാക്ക് ഇന്ന് ജീവൻ രക്ഷിച്ച മധ്യവയസ്കയായ സ്ത്രീ ഭയന്നിരിക്കുന്നത് കണ്ട് അവരോട് ഫ്ലൈറ്റിൽ ഇതൊക്കെ സാധാരണമാണെന്ന് പറയുന്ന ജാക്കിനോട് അവർക്കും അതറിയാമെന്നും എന്നാൽ അവരുടെ ഭർത്താവ് ഇത് വായുവിൽ നിൽക്കുകയാണെന്ന് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് അവർക്ക് പേടിയെന്നും പറയുമ്പോൾ അവരുടെ ഭർത്താവിനെ തിരക്കുന്ന ജാക്കിനോട് അയാൾ ബാത്റൂമിൽ പോയിരിക്കുകയാണെന്നും അയാൾ തിരികെ വരുമ്പോൾ ജാക്കിന് അയാളെ പരിചയപ്പെടുത്താമെന്നും അവർ പറയുന്നതും പെട്ടെന്ന് ആടി ഉലയുന്ന വിമാനം ഒരു വലിയ ശബ്ദത്തോടെ ഒന്നുകൂടി ഉലഞ്ഞ് അനിയന്ത്രിതമായ വേഗത്തോടെ താഴേക്ക് പതിക്കാൻ തുടങ്ങുമ്പോൾ ഓക്സിജൻ മാസ്കുകളുടെ സഹായത്തോടെ ഇരിക്കുകയാണ് അതിലെ ജാക്ക് ഉൾപ്പെടെയുള്ള യാത്രക്കാർ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ അപകടം നടന്ന പിറ്റേ ദിവസം കടൽ നോക്കി നിൽക്കുന്ന ജാക്കിനെയാണ് നമ്മൾ കാണുന്നത്. തലേ ദിവസം രാത്രി തങ്ങളെ ഭയപ്പെടുത്തിയ ആ ശബ്ദം ഏത് ജീവിയുടേത് ആണെന്നതിനെ കുറിച്ച് സംസാരിച്ചു നിൽക്കുന്ന മറ്റുള്ളവർ. ജാക്കിനോടൊപ്പം വിമാനത്തിന്റെ കോക്പിറ്റ് തേടി പോകാൻ താനും കൂടെ വരാമെന്ന് പറയുന്ന കെയ്റ്റ്. അതിനായി അവിടെ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് മനസ്സില്ലാതാണെങ്കിലും ഷൂ ഊരിയെടുത്തിരിക്കുന്ന അവളെ ആ കൂട്ടത്തിലുള്ള ഒരു വയസ്സായ ആൾ എന്തോ ദുരൂഹമായ രീതിയിൽ ചിരിച്ചു കാണിച്ച് നിൽക്കുകയാണ്. അത് മൈൻഡ് ചെയ്യാതെ കേറ്റും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പ്രഗ്നന്റ് ലേഡിയെ പരിചരിക്കുന്ന ആൾ എല്ലാവരോടുമായി ഡെഡ് ബോഡീസ് അത്തരത്തിൽ ഇട്ടേക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ റെസ്ക്യൂ ഗാർഡ് എത്തി നോക്കിക്കോളും,
എന്ന് പറയുകയാണ് ഷാനോൺ എന്ന പെൺകുട്ടി. അവരോട് കോക്പിറ്റ് തേടി പോകുവാണെന്നും അത് കിട്ടിയാൽ ട്രാൻസീവിയർ കിട്ടും, അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ജാക്ക് വന്ന് പറയുമ്പോൾ ജാക്കിനൊപ്പം താനും വരാമെന്നും അവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ചാർലി. ശേഷം കെയ്റ്റ് പുക കണ്ട സ്ഥലത്തേക്ക് നടക്കുകയാണ് അവർ. അതിനിടയിൽ ചാർലിയെ എവിടെയോ കണ്ട് നല്ല പരിചയം എന്ന് പറയുന്ന കെയ്റ്റിനോട് താൻ ഡ്രൈ ഷാഫ്റ്റ് എന്ന മ്യൂസിക് ബാൻഡിലെ ബാസ് പ്ലെയർ ആണെന്ന് പറയുകയാണ് ചാർലി. അതോടെ കെയ്റ്റിന്റെ ഫ്രണ്ട് ബെത്ത് ഡ്രൈ ഷാഫ്റ്റ് മ്യൂസിക് ബാൻഡ് ഫാൻ ആണെന്ന് ചാർലിയോട് കെയ്റ്റ് പറയുകയും ജാക്കിനെ ചാർലിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്റെ ഹിറ്റ് സോങ് ഉറക്കെ പാടി ഗമയിൽ നിൽക്കുകയാണ് ചാർലി. പക്ഷെ ജാക്കിന് ആ സോങ് കേട്ടുപോലും പരിചയമില്ലാത്തോണ്ട് വാ വേഗം പോയി കോക്പിറ്റ് കണ്ടെത്താം എന്ന് പറഞ്ഞ് അവരെ കൂട്ടി മുൻപോട്ട് നടക്കുകയാണ്. ഈ സമയം നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ നായ ഒരു പൊന്തക്കാട്ടിൽ അവരെ നോക്കി മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങും ഇരുണ്ടുമൂടി മഴ പെയ്യുകയാണ്. മഴ നനഞ്ഞും മുൻപോട്ട് നടക്കുന്ന കെയ്റ്റിനോടും ജാക്കിനോടും പെട്ടെന്ന് അവിടെ മാകെ ഇരുണ്ട് മഴ പെയ്തത് കണ്ട് ലോകം അവസാനിക്കാൻ പോകുവാണോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ് ചാർലി. മറുവശത്ത് കടൽ തീരത്ത് എല്ലാവരും മഴയിൽ നിന്ന് ഓടി മാറുമ്പോൾ ഒരാൾ മാത്രം മണലിലിരുന്ന് മഴ നനയുകയാണ്. കെയ്റ്റിനെ നോക്കി ചിരിച്ച വയസ്സായ ആൾ. കൊറിയക്കാരനും ഭാര്യയും നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരാൾ ഓടി വന്ന് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് അയാളെ ഓടിക്കുകയാണ് കൊറിയക്കാരൻ. എന്താല്ലേ? അങ്ങനെ എല്ലാവരും മഴയിൽ നിന്ന് മാറി ഒരുമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും രാത്രി കേട്ട അതേ അജ്ഞാത ജീവിയുടെ മുരൾച്ച കേൾക്കുകയാണ്. പകലും ആ ദ്വീപ് സുരക്ഷിതമല്ല എന്ന് അതോടെ ഭയപ്പെടുകയാണ് അവരെല്ലാം. അതേസമയം ജാക്കും കെയ്റ്റും ചാർലിയും ഒടുവിൽ കുത്തനെ ഇടിച്ചു നിൽക്കുന്ന വിമാനത്തിന്റെ മുൻവശം കണ്ടെത്തി മൃതദേഹങ്ങൾ നിറഞ്ഞ അതിനുള്ളിലേക്ക് വലിഞ്ഞു കയറി കോക്പിറ്റിലേക്ക് കയറുകയാണ്. കോക്പിറ്റിലേക്കുള്ള ഡോറ് ജാക്ക് ഇടിച്ചു തുറക്കുന്നതും അതിന്റെ ഉള്ളിൽ നിന്നും ഡെഡ് ബോഡീസ് ഒരുമിച്ച് വീഴുകയാണ്. ഒരു വിധത്തിൽ പൈലറ്റ് സീറ്റിൽ കയറി പറ്റുന്ന ജാക്കും കെയ്റ്റും തങ്ങൾ തേടി വന്ന ട്രാൻസീവിയർ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് പോലും അറിയാതിരിക്കുന്ന കെയ്റ്റിനോട് അത് വാക്കി ടോക്കി പോലെയാണെന്ന് പറയുകയാണ് ജാക്ക്. അങ്ങനെ അവർ അത് തേടുമ്പോൾ പെട്ടെന്ന് അബോധാവസ്ഥയിലായിരുന്ന പൈലറ്റിന് ബോധം വരികയാണ്. ജാക്ക് അയാൾക്ക് വെള്ളം കൊടുത്തു നിൽക്കുമ്പോൾ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ട്, എത്ര മണിക്കൂറായി, ഇതുവരെ ആരും രക്ഷിക്കാൻ എത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അയാൾ. ഏകദേശം 48 പേർ ജീവനോട് ഉണ്ടാവുമെന്നും അപകടം നടന്നിട്ട് 16 മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെയും രക്ഷിക്കാൻ ആരും എത്തിയില്ലെന്നും ജാക്ക് അയാളോട് പറയുമ്പോൾ അപകടം നടക്കുന്നതിന് മുൻപ് റേഡിയോ സിഗ്നൽ നഷ്ടമായെന്നും സിഗ്നൽ തകരാർ കാരണം ഫിജിയിലേക്ക് സിഗ്നൽ മാറി സന്ദേശം പോയിട്ടുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പോൾ ഉള്ളതിന്റെ 1000 മൈൽ അപ്പുറം തെറ്റായ സ്ഥലത്താവാം റെസ്ക്യൂ ടീം അവരെ തിരയുന്നതെന്നും പൈലറ്റ് അവരെ അറിയിക്കുകയാണ്. ശേഷം ട്രാൻസീവിയർ തിരഞ്ഞെടുപ്പിക്കുന്ന പൈലറ്റ് അത് വർക്കാവുന്നില്ല എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അവർക്കൊപ്പം വന്ന ചാർലിയെ കാണാനില്ല എന്ന് ജാക്ക് ശ്രദ്ധിക്കുന്നത്. അവനെ തേടി പോകുന്ന കെയ്റ്റ് ബാത്റൂമിനുള്ളിൽ നിന്നും ചാർലി വരുന്നത് കണ്ട് അവൻ അതിനുള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ചാർലി. പെട്ടെന്നാണ് ആ വിമാന പകുതി ഒന്നിളകുന്നതും ഒപ്പം രാത്രി കേട്ട അജ്ഞാത ജീവിയുടെ ശബ്ദം കേൾക്കുന്നതും. അതോടെ കെയ്റ്റിനെ കോക്പിറ്റിലേക്ക് വലിച്ചു കയറ്റി ആ ജീവി പുറത്തുണ്ട് എന്ന് എല്ലാവരോടും നിശബ്ദമായി ഇരിക്കാൻ പറയുകയാണ് ജാക്ക്. എന്നാൽ എന്ത് ജീവി എന്ന് ചോദിച്ചിരിക്കുകയാണ് പൈലറ്റ്. പുറത്ത് എന്തോ വലിയൊരു നിഴലനങ്ങുന്നത് കണ്ട് വിമാനത്തിന്റെ വിൻഡോയിലെ ഈർപ്പം തുടച്ച് പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയാണ് ജാക്ക്. എന്നാൽ അത് എന്താണെന്ന് നോക്കാൻ എഴുന്നേറ്റ് തങ്ങളുടെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് പൈലറ്റ്. ഞൊടിയിടയിൽ അയാളെ മുകളിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞു പുറത്തുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ആ സംഭവം. അയാളുടെ രക്തം ആ ഗ്ലാസിലൂടെ നനഞ്ഞ് ഒലിച്ചിറങ്ങുകയാണ്. ആ അജ്ഞാത ജീവിയുടെ താണ്ഡവത്തിൽ കുത്തനെ നിന്ന വിമാനം നേരെ ആയതോടെ ട്രാൻസീവിയറും എടുത്ത് ഓടുകയാണ് ജാക്കും സംഘവും. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ ചെളിയിൽ വീണ് കാലിൽ മരവള്ളികൾ ചുറ്റി എഴുന്നേറ്റ് ഓടാനാവാതെ കിടന്നു പോവുകയാണ് ചാർലി. അവൻ സഹായത്തിനായി വിളിക്കുമ്പോൾ മുൻപേ ഓടിയിരുന്ന ജാക്ക് തിരിച്ച് ചാർലിയെ നോക്കി ഓടുമ്പോൾ ജാക്കിന് മുൻപിൽ ഓടിയ കെയ്റ്റ് അറിഞ്ഞിരുന്നില്ല അവൾ തനിച്ചായി പോയി എന്നത്. തങ്ങൾ ഭയന്നോടുന്നത് സിംഹത്തെയാണോ, കടുവയാണോ, അനക്കോണ്ടയാണോ, ഭൂതമാണോ, പ്രേതമാണോ എന്നുപോലും അറിയാതെ ആ മഴയത്ത് ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് ജാക്കിനെ വിളിച്ച് പേടിച്ച് കരയുകയാണ് കെയ്റ്റ്. ഭയത്താൽ വിറച്ചു നിൽക്കുന്ന അവൾ ഭയക്കുമ്പോൾ എന്ത് വേണമെന്ന് ജാക്ക് പറഞ്ഞു തോർത്ത് 1 2 3 4 5 എന്ന് എണ്ണി ചുറ്റും നോക്കി ഏത് ഭാഗത്ത് നിന്ന് എന്ത് സത്വം വരാൻ പോകുന്നു എന്ന് അറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തിരിയുന്ന അവൾക്ക് മുൻപിൽ ചാർലി വരുന്നതും എന്തു വന്നാലും ആക്രമിക്കണമെന്ന് നിന്നതിനാൽ ചാർലിയെ മനസ്സിലാവാതെ അവൾ തറയിൽ തള്ളിയിടുകയാണ്. ഭയത്താൽ സമനില തെറ്റിയ പോലെ ചാർലിയെ ആക്രമിച്ചുകൊണ്ട് തന്നെ ജാക്കിനെ തിരക്കുന്ന കെയ്റ്റിനോട് ജാക്ക് വീണ് കിടന്ന് അവനെ രക്ഷിച്ച് ഓടിപ്പൊയ്ക്കോളാൻ പറഞ്ഞെന്ന് അറിയിക്കുകയാണ് ചാർലി. അപ്പോഴേക്കും മഴ തോർന്നിരുന്നു. തിരികെ പോയി ജാക്കിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് കെയ്റ്റ്. അതിനെ എതിർക്കുന്ന ചാർലിയോട് അവൻ വരേണ്ടതില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ തനിച്ച് തിരികെ പോകാൻ ഭയന്നിട്ടോ എന്തോ ചാർലിയും കെയ്റ്റിന് പിന്നാലെ നടക്കുകയാണ്. അവർ അങ്ങനെ പോകുന്ന വഴിയിൽ ചെളിവെള്ളത്തിൽ പൈലറ്റ് യൂണിഫോമിലെ എംബ്ലം തറയിൽ കിടക്കുന്നത് കണ്ട് അതെടുത്ത് നോക്കിയിരിക്കുകയാണ് കെയ്റ്റ്.
പെട്ടെന്നാണ് ചെളിവെള്ളത്തിൽ മരക്കൊമ്പിന് മുകളിൽ ഒരു മനുഷ്യന്റെ പ്രതിബിംബം അവൾ കാണുന്നത്. അവിടേക്ക് നോക്കി അത് ആരാണെന്ന് നിൽക്കുമ്പോഴാണ് പൈലറ്റ് എന്നറിയിച്ചുകൊണ്ട് ജാക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ അതിനെ കണ്ടോ എന്ന് കേറ്റ് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ആ കാട്ടിൽ ഒളിച്ചു എന്ന് ജാക്ക് അറിയിക്കുകയാണ്. ഗോയ്സ്, ഇതെങ്ങനെ സംഭവിക്കും എന്ന് മുകളിലേക്ക് കൈ ചൂണ്ടി ചോദിക്കുകയാണ് ചാർലി. അവിടെ പൈലറ്റിന്റെ ചോരയിൽ കുതിർന്ന ഡെഡ് ബോഡി മരക്കൊമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇത്ര ഉയരത്തിൽ എങ്ങനെ ആ ഡെഡ് ബോഡി വന്നു? അത് എന്ത് ജീവിയാവും? അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ കടൽ തീരത്ത് എത്തിക്കാണുമോ? കാത്തിരിക്കുക, കഥ തുടരും.